ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു റാഗി സംഗട്ടി ഉണ്ടാക്കി നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് അരി എടുക്കുക. ഞാനൊരു ചെറിയ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്, കാരണം ഞാനിതിപ്പോൾ പിള്ളേർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറോളം കുതിർക്കാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ അരി അളന്ന ഗ്ലാസ് എല്ലാം നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ് ഉപയോഗിച്ച് വേണം എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ. ഓക്കെ, ആ ഗ്ലാസ്സിന് ഒരു 10 തൊട്ട് 12 ഗ്ലാസ് വരെ വെള്ളം നമ്മൾ അളന്നെടുക്കുക. ഞാനിപ്പം റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 10 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഓൾറെഡി ഞാനിത് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ്. അത് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ചെറിയ ചൂടാകുമ്പം നമുക്കിനി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇപ്പം അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് ഇട്ട് കൊടുക്കാൻ പോയപ്പോഴത്തേക്കാണ് എനിക്ക് പറ്റിയ അബദ്ധം എനിക്ക് മനസ്സിലാകുന്നത്. പാത്രം ചെറുതായിരുന്നു. അപ്പം ഞാൻ നൈസായിട്ടൊന്ന് പാത്രം മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്ക് വലിയവർക്കാണേലും ചെറിയവർക്കാണേലും കുഞ്ഞു പിള്ളേർക്കാണേലും ഏറ്റവും നല്ലതാണ്. കാരണം റാഗി നല്ലൊരു ഫുഡാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളതിൻ്റെ ഉപ്പിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്തോരം ഉപ്പ് ചേർക്കണം എന്നുള്ളതെന്നൊക്കെ. ഓക്കെ, ഇപ്പം നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പം നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി അതങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ. ചിലർ കുക്കറിൻ്റെ അകത്ത് ചെയ്യും. ചിലർ കുക്കറിൻ്റെ അകത്ത് ചെയ്ത് വെച്ച് വെള്ളം എല്ലാം പോയി കഴിഞ്ഞ് റാഗി ഇട്ട് ഇളക്കിയെടുക്കും. ചിലർ റാഗി കലക്കി ഈ കഞ്ഞി വെന്ത് വരാൻ നേരത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇത് രണ്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും എഫക്റ്റായിട്ട് തോന്നിയത്. അതായത് റാഗി ഇതുപോലെ വെന്ത് വന്ന കഞ്ഞിക്കകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഉള്ള സമയത്ത് നമ്മൾ മെഷർമെൻ്റ് എടുത്തല്ലോ, അരി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് റാഗി എടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അന്നേരം ഇളക്കരുത്. ഒന്ന് അടച്ചു വെച്ച് ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ വേവിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്നും കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ നല്ല ഒന്നും കൂടെ റാഗിയും കൂടെ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ഇളക്കി എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഇതിന് നമ്മൾ തടിയുടെ തവിയുണ്ടല്ലോ, അതാകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇളക്കാൻ എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ കൊണ്ട് ഇട്ടത്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പിടുത്തം വരുവാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ ചൂടോടെ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. അതിനൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലോട്ട് ഇച്ചിരി നെയ്യ് തടവിയതിന് ശേഷം അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും തടവിയതിന് ശേഷം നമ്മളിത് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയൊന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇത് നമുക്ക് വേണം ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ. ചിക്കൻ കറി എന്ന് വെച്ചാൽ നാടൻ കോഴിക്കറി കേട്ടോ. മട്ടൻ കറിയുടെ കൂടെയോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അച്ചാറിൻ്റെ കൂടെ ആണെങ്കിലും കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. പിള്ളേർക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം, കാരണം അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം തൻവി സാധന. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.